എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്ററിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈസ്റ്റർ മുട്ടകളെ കുറിച്ചാണ് നമ്മൾ ധാരാളമായി ഓർക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക. ഈസ്റ്റർ മുട്ടകൾ തയ്യാറാക്കാനായി നമ്മൾ മുട്ട കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 0% ടാക്സ് റേറ്റിലാണ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുക. കാരണം GST പ്രകാരം അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആയിട്ടാണ് അതിനെ പരിഗണിക്കുകയും അത് 0% ടാക്സ് റേറ്റിലാണ് ഇത് കൊടുക്കേണ്ടി വരുന്നത്. കോഴി ഫാം നടത്തുന്ന കർഷകരുടെ ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് പരിഗണിക്കുക. അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എക്സംപ്റ്റഡ് ആണ്. അപ്പൊ മുട്ട കർഷകർക്ക് GSTയും ഇല്ല, അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ പരിധിയിലും പെടുന്നില്ല. റെസ്റ്റോറന്റുകളിൽ നിന്നോ ഹോട്ടലുകളിൽ നിന്നോ മുട്ട വിഭവങ്ങളായോ ഓംലെറ്റുകളായോ മറ്റു വിഭവങ്ങളായോ നിങ്ങൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ 5% നിങ്ങൾ നികുതി കൊടുക്കേണ്ടി വരിക. അവിടെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ഇൻകം ടാക്സ് കൊടുക്കണം. ഇൻകം ടാക്സിന്റെ എല്ലാവിധ നിയമങ്ങളും ബാധകമായിരിക്കും. പപ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അതൊരു ബേക്കറി വിഭവമായിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. നേരത്തെ GST ആക്ട് പ്രകാരം 12% നികുതിയായിരുന്നു മുട്ട ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട വിഭവങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ GST 2.0 വന്നതിന് ശേഷം 5% നികുതി നിരക്കിലേക്ക് ഇത് കുറയുകയാണ് ഉണ്ടായത്. ഈസ്റ്ററിന് നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് ഹാമ്പർ വാങ്ങിക്കുമ്പോൾ അതിനെ ഒരു മിക്സഡ് സപ്ലൈ ആയിട്ടാണ് പരിഗണിക്കുക. ഇതിൽ ഉള്ള ഏത് പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ടാക്സ് നിരക്കുള്ളത് ആ ടാക്സ് നിരക്കായിരിക്കും മൊത്തം ഹാമ്പറിന്റെ പ്രൈസിന്റെ ടാക്സ് ആയിട്ട് ഈടാക്കുക. പുതിയ ടാക്സ് അറിവുകളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.